പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ചിറകരിയുകയാണ്. കോടികളുടെ ലാഭത്തിൽ കുതിച്ചുയർന്നിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിക്ക് പെട്ടെന്നൊരു വീഴ്ച സംഭവിച്ചത് എങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമയാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് വൻ സാമ്പത്തിക തിരിച്ചടി. കഴിഞ്ഞ വർഷം കോടികളുടെ ലാഭത്തിലായിരുന്ന കമ്പനി ഈ സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. വിമാനത്തിൽ മികച്ച വർധനവുണ്ടായിട്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധനവില വർധനവാണ് ഇൻഡിഗോയ്ക്ക് വിനയായത്. ഇൻഡിഗോയുടെ മാതൃസ്ഥാപനമായ ഇന്റർഗ്ലോബ് ഏവിയേഷനാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ വൻ നഷ്ടം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ജൂൺ പാദത്തിൽ 2176 കോടി രൂപ ലാഭം നേടിയിരുന്ന കമ്പനി ഇത്തവണ 238 കോടി രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. വിമാന സർവീസുകളിൽ നിന്നുള്ള വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 20% ഉയർന്ന് 24,584 കോടി രൂപയിലെത്തിയിരുന്നു. എന്നാൽ മൊത്തം ചെലവുകളിലുണ്ടായ 34% വർധനവ് കമ്പനിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. 19,232 കോടി രൂപയിൽ നിന്നാണ് മൊത്തം ചെലവ് 25,853 കോടിയായി ഉയർന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം വ്യോമയാന ഇന്ധനത്തിന് നൽകേണ്ടി വന്ന ഭീമമായ തുകയാണ് സാമ്പത്തിക നഷ്ടത്തിന് പ്രധാന കാരണമായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ധന ചെലവ് 86% കുതിച്ചുയർന്ന് 10,833 കോടി രൂപയായി. ഇതിനു പുറമെ വിമാനങ്ങളുടെ മെയിൻ്റനൻസ് വാടക ചെലവുകൾ 13.9% വർദ്ധിച്ച് 3,498 കോടി രൂപയിലുമെത്തി. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും സർവീസുകൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇൻഡിഗോ. ജൂൺ അവസാനത്തെ കണക്കുകൾ പ്രകാരം 432 വിമാനങ്ങളാണ് ഇൻഡിഗോയുടെ പക്കലുള്ളത്. നിലവിൽ 97 ആഭ്യന്തര സർവീസുകളിലും 46 അന്താരാഷ്ട്ര സർവീസുകളും കമ്പനി നടത്തുന്നുണ്ട്. കമ്പനിയുടെ മൊത്തം കടബാധ്യത 81,531 കോടി രൂപയായി ഉയർന്നതിനാൽ വരും പാദങ്ങളിലെ സാമ്പത്തിക പ്രകടനം ഇൻഡിഗോയ്ക്ക് നിർണായകമാകും. സാമ്പത്തിക ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇൻഡിഗോയുടെ ഓഹരി വില 1.7% ഇടിഞ്ഞ് 5,030 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.